PhD പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. ഇനി മുതൽ നെറ്റ് സ്കോർ ഉള്ളവർക്ക് സർവകലാശാലയുടെ എൻട്രൻസ് പരീക്ഷ ഇല്ലാതെ പ്രവേശനം നൽകാമെന്നാണ് നിർദ്ദേശം. സംബന്ധിച്ച വിശദമായ ഉത്തരവും UGC പുറത്തിറക്കി. നേരത്തെ നെറ്റിന് പുറമെ JRF കൂടി ലഭിച്ചവർക്ക് മാത്രമായിരുന്നു നേരിട്ട് ഗവേഷണത്തിന് പ്രവേശനം അനുവദിച്ചിരുന്നത്. JRF ഇല്ലാത്തവർക്ക് എൻട്രൻസ് പരീക്ഷ എഴുതിയാലേ PhD പ്രവേശനം ലഭിച്ചിരുന്നുള്ളൂ. ഇനി നെറ്റ് പാസ്സായി നിശ്ചിത കട്ട് ഓഫ് മാർക്ക് നേടിയവർക്ക് PhD നേരിട്ട് പ്രവേശനം നേടാനാകും. എല്ലാ സർവകലാശാലകളും പുതിയ നിർദ്ദേശം നടപ്പാക്കണമെന്ന് UGC ഉത്തരവിൽ വ്യക്തമാക്കി. ഈ പരിഷ്കാരത്തോടെ UGC നെറ്റ് സ്കോർ ഗവേഷണത്തിനുള്ള അടിസ്ഥാന യോഗ്യതയായി മാറും. PhD പ്രവേശനത്തിന് ഒന്നിലധികം എൻട്രൻസ് പരീക്ഷ എഴുതേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്നു. PhD പ്രവേശനത്തിന് ദേശീയ തലത്തിൽ ഒറ്റ എൻട്രൻസ് പരീക്ഷ മാനദണ്ഡമാക്കുന്നതിന്റെ ഭാഗമായാണ് നെറ്റ് മാനദണ്ഡമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ തീരുമാനം. വർഷത്തിൽ ജൂൺ, ഡിസംബർ മാസങ്ങളിലായി 2 തവണയാണ് നെറ്റ് പരീക്ഷ നടക്കുന്നത്. പുതിയ പരിഷ്കാരത്തോടെ സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന PhD എൻട്രൻസ് പരീക്ഷകൾ ഇല്ലാതാകുമെന്ന് അക്കാദമിക് രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു.